ഷമി, ഇത് ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണം, അതിൻ്റെ പേരിൽ മധ്യേഷ്യ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം നിൽക്കുമ്പോഴാണ് ഇന്ന് നിലമ്പൂരിൽ രാവിലെ പോത്തുകലിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം പ്രസക്തമാകുന്നത്. എല്ലാ കാലത്തും പലസ്തീനൊപ്പം നിലപാടെടുത്ത പക്ഷമാണ് ഇടതുപക്ഷം. കോൺഗ്രസ് ഏതെങ്കിലും കാലഘട്ടത്തിൽ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതെന്നടക്കമുള്ള ചോദ്യങ്ങൾ. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് UDF നിലമ്പൂരിൽ അടക്കം നടത്തിയ വ്യാജ പ്രചരണങ്ങൾ അത് ഒരിക്കൽ കൂടി എടുത്തു പറയുകയും ക്ഷേമ പെൻഷൻ ഇനി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് UDFൻ്റെ വഞ്ചനയെക്കുറിച്ച്, ആ നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അടക്കം മുഖ്യമന്ത്രി വിശദമായി സംസാരിച്ചു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സമഗ്രമായി? സിജു, LDF സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ ജന്മപ്രദേശമാണ് പോത്തുകല്ല്. അതുകൊണ്ട് തന്നെ വളരെയധികം ജനമങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും സ്വരാജിൻ്റെയും പരിപാടിക്കായിട്ട് എത്തിയത്. മുഖ്യമന്ത്രി സംസാരിച്ച് തുടങ്ങിയത് തന്നെ അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വലിയ വഞ്ചനയാണ് അൻവർ ഇടതുപക്ഷത്തോട് ചെയ്തത്. അത്തരമൊരു വഞ്ചനയുടെ ഫലമായിട്ടാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തൻ്റെ വാക്കുകൾ തുടങ്ങിയത്. അതിനുശേഷം UDFും ജമാഅത്തും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വിശദമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തിലെ പ്രബല വിഭാഗങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലും അതുപോലെ തന്നെ പത്രവും തുടങ്ങുന്ന സമയത്ത് പാണക്കാട് നിന്നുള്ള തങ്ങൾമാരെ വിളിച്ചിരുന്നു. പക്ഷേ അവർ ആ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ജമാഅത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം, ജമ്മു കാശ്മീരിൽ CPIMൻ്റെ സമുന്നതനായ നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടി BJPയുമായി കൈകോർത്ത സംഘടനയാണ് ജമാഅത്ത് എന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞു. ആ രീതിയിലുള്ള ഒരു സംഘടനയുമായിട്ടാണ് ഇപ്പോൾ UDF കൈകോർത്തിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയും എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം കടന്നത് ഇറാനുമായി ബന്ധപ്പെട്ട ഇസ്രായേലിൻ്റെ ആക്രമണത്തെയാണ്. നെറികെട്ട ആക്രമണമാണ് ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. പലസ്തീനോട് എല്ലാ കാലത്തും ഹൃദയബന്ധം സൂക്ഷിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ വളരെ ഐക്യം പുലർത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് പലസ്തീനുമായുള്ള ബന്ധം ഏറ്റവും മോശപ്പെട്ട തലത്തിലേക്ക് പോയിരിക്കുന്നു. ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സമീപനം ഇന്ത്യ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇടതുപക്ഷം എല്ലാ കാലത്തും പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകളാണ്. CPIM എല്ലാ കാലത്തും ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്നാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ് അദ്ദേഹം ചോദിച്ചു. കേരളത്തിൽ ചില ഘട്ടങ്ങളിൽ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. എന്നാൽ ദേശീയ തലത്തിൽ എപ്പോഴെങ്കിലും പലസ്തീനുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചു. പലസ്തീനിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കൊപ്പം നിൽക്കുന്ന സമീപനം എല്ലാ കാലത്തും ഇടതുപക്ഷം CPIM സ്വീകരിച്ചിട്ടുണ്ട്.